പ്രിയങ്ക ഗാന്ധി തൻ്റെ എല്ലാ ഔദ്യോഗിക പരിപാടികളും വെട്ടി ചുരുക്കി മാറ്റിവെച്ചാണ് രാധയുടെ മരണത്തിൽ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും ചേർത്ത് നിർത്താനും കടന്നു വന്നത്. അവർ വരുമ്പോൾ വളരെ കുറച്ച് ആളുകളുടെ ഒരു കരിങ്കൊടി പ്രയോഗം ഉണ്ടായി. എന്തിനു വേണ്ടിയായിരുന്നു ഈ നാടകം? പരിപാടികൾ പോലും മാറ്റിവെച്ച് ഒരു കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ നേരിട്ട് വന്ന് അതിനുശേഷം വളരെ ഉത്തരവാദിത്വത്തോടു കൂടി മണിക്കൂറുകൾ ചെലവഴിച്ച് ഈ വിഷയത്തിൽ കലക്ട്രേറ്റിൽ മീറ്റിംഗ് നടത്തി വേണ്ട നിർദ്ദേശങ്ങളും നടപടികൾ സ്വീകരിക്കാനുള്ള സമീപനങ്ങളുമൊക്കെ ഏറ്റെടുത്താണ് പ്രിയങ്ക ഗാന്ധി പോയത്. അവരുടെ സന്ദർശനം മരിച്ച രാധയുടെ കുടുംബത്തിന് ഏറെ ആശ്വാസകരമായി. അങ്ങനെ മരണമടയുന്ന ആളുകളുടെ അടുത്തേക്ക് വരുമ്പോൾ ഉത്തരവാദിത്വത്തോടു കൂടി വരുമ്പോൾ ഈ കരിങ്കൊടി കാണിച്ചത് സ്വന്തം ഭരണപരാജയം മറ്റൊരു തരത്തിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ചോദിക്കട്ടെ, ഈ കരിങ്കൊടിക്ക് നേതൃത്വം കൊടുത്തതായ ആളുകൾ പറയണം, ഇത്രയും വന്യമൃഗ ആക്രമണ ദുരന്തം ഉണ്ടായി. ഞാൻ 3 എണ്ണം അതിൽ സ്പെസിഫിക്കായി പറയാം. വാഗേരിയിലെ പ്രജീഷ് കടുവ വലിച്ചു കൊണ്ടുപോയി ഭക്ഷിച്ചതാണ് പുല്ലരിയുമ്പോൾ. തോമസ്, ഇപ്പൊ രാധ, അതിനിടയ്ക്ക് മരണപ്പെട്ട നിരവധി കേസുണ്ട്. മേപ്പാടിയിലെ എൻ്റെ നിയോജകമണ്ഡലത്തിലെ കുഞ്ഞവറാൻ ഉൾപ്പെടെ. ഞാൻ ചോദിക്കുന്നു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്ര തവണ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇവിടെ വന്നു? രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി വന്നു. എന്തേ വേദനയുടെ സമയത്തെത്താത്തത്? അപ്പോ ഞാൻ പറഞ്ഞത്, കരിങ്കൊടി കാണിക്കാൻ നേതൃത്വം കൊടുത്ത നടപടി രാഷ്ട്രീയപരമായിട്ടുള്ള പാപ്പരത്വവും സ്വന്തം ഉത്തരവാദിത്വം നിർവഹിക്കാത്ത സർക്കാരിൻ്റെ ജാള്യത മറച്ചുവെക്കാനുള്ള നടപടിയുടെ ഭാഗമാണ്. അത് CPM സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ട് ആ കാര്യം തിരുത്തണം. CPM സംസ്ഥാന സെക്രട്ടറി ഇവിടെ വന്നോ? രാധൻ്റെ വീട്ടിൽ വന്നില്ലല്ലോ. വിജയേട്ടൻ്റെ വീട്ടിൽ പോയത് നന്നായി, തർക്കമില്ല, ഞാൻ അതിനെ അംഗീകരിച്ചുകൊണ്ട് പറയുന്നു. അവിടെ രാഷ്ട്രീയപരമായ താല്പര്യം മാത്രമേ ഉള്ളൂ CPMൻ്റെ നേതൃത്വത്തിന്. അദ്ദേഹത്തിനൊന്നും അവിടെ വന്നൂടെ? സമ്മേളനങ്ങൾ തിരക്കുണ്ടാവും, എല്ലാം ഉണ്ടാവും. പ്രിയങ്ക ഗാന്ധിയെ കരിങ്കൊടി കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ സ്വന്തം ചെയ്യേണ്ട രാഷ്ട്രീയപരമായ ഉത്തരവാദിത്വവും ഭരണപരമായ ഉത്തരവാദിത്വവും നിർവഹിക്കാതെ മുന്നോട്ട് പോകുന്നവർ, ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വരുന്നവരെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ജനത്തിന് നന്നായി തിരിച്ചറിയാൻ പറ്റും. അത്തരം സമീപനങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. സ്വയം CPIM ഈ കാര്യത്തിൽ ആത്മവിമർശനത്തിന് തയ്യാറാവണം എന്നുള്ളത് പ്രത്യേകം പറയുന്നു.